ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ പലപ്പോഴും ഞാൻ വീഡിയോകൾ ഉണ്ടാക്കുമ്പോൾ ഈശോ ആണ് ദൈവം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈശോ ദൈവം എന്ന് ഉള്ള വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ എങ്ങനെ ഞാൻ ഈശോ ആണ് ദൈവം എന്ന് കണ്ടുപിടിച്ചു, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈശോ എന്ന് പറഞ്ഞ ഒരാൾ, ആ ആൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാലചക്രത്തിന് ADPC എന്ന് പറഞ്ഞ് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തരംതിരിക്കണമെങ്കിൽ തന്നെ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോഴായാലും തന്നെ അതിങ്ങനെ നമ്മൾക്ക് പകർന്നു വന്നൊരു അറിവാണ്. ഇപ്പോൾ അങ്ങനെ ഒരാളില്ല എന്ന് പറയാൻ ആർക്കും പറ്റില്ല. കാരണം അത്രത്തോളം അത്ഭുതങ്ങളും പ്രവൃത്തികളൊക്കെ ചെയ്തൊരു വളരെ ഫേമസ് ആയ, ലോകത്തെ ഏറ്റവും ഫേമസ്, മൈക്കിൾ ജാക്സൺ ഒന്നല്ല ഫേമസ്, അതിനെക്കാട്ടും ഫേമസ് ആയ ഒരു മനുഷ്യനായി ജീവിച്ച ദൈവം. അപ്പോൾ ഈശോ ആണ് ദൈവം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ ബൈബിള് നമ്മൾ വായിക്കണം. അപ്പോൾ ബൈബിൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം നിർമ്മിച്ചിരിക്കുന്നത് 1500 വർഷം ടൈം പിടിച്ച് ആണ് ബൈബിൾ എഴുതിയേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആ ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അത് നിർമ്മിച്ചേക്കണതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് ഈശോ ആണ് ദൈവം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബൈബിൾ ഉണ്ടാക്കിയത്. അപ്പോൾ ബൈബിളിൽ നമുക്ക് എത്രത്തോളം വിശ്വസിക്കണം എന്നുള്ളത്, ഇപ്പോൾ ട്രാൻസ്ലേഷൻ വന്നതിലത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ഒരു ചിന്ത വരും. അപ്പോൾ എനിക്കും അതുപോലെയൊക്കെ തന്നെ ചിന്തകളുണ്ടാകും. അപ്പോൾ ഈ ബൈബിളിനെ എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം, അപ്പോൾ അത് നിർമ്മിച്ചേക്കണ ഒരു രീതി. ഇപ്പോൾ 1500 വർഷം പിടിച്ച് 66 പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം അവരുണ്ടാക്കിയ പല ആൾക്കാരും, ഒരാൾ എഴുതുന്ന ടൈമിൽ ഒരാൾ ജനിച്ചിട്ട് പോലില്ല. അപ്പോൾ അത്ര ടൈം പീരീഡ് പിടിച്ച് എഴുതിയ ഈ ഒരു പുസ്തകത്തിന് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്. ഏത് ഭാഗം വായിച്ചാലും അത് വേറൊരു സ്ഥലത്ത് പോയി കണക്ട് ചെയ്യും. അപ്പോൾ അത്രത്തോളം വലിയൊരു കണക്ഷൻ വരുമെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ദൈവം അവരുടെ ഉള്ളിൽ വന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് അവരെഴുതി വെച്ച കാര്യങ്ങളൊക്കെ കൂടെ കണക്ട് ചെയ്തൊരു പുസ്തകമാകാൻ പറ്റും. അപ്പോൾ ദൈവം അതുപോലെ ആൾക്കാരെ തിരഞ്ഞെടുത്ത് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃതിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് അത് ആള് അപ്രകാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബൈബിൾ എന്ന് പറഞ്ഞാൽ വെറും ഒരു പുസ്തകമല്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഫേമസ് പുസ്തകം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് വിറ്റിട്ടുള്ളതും ബൈബിൾ തന്നെ. 5 ബില്യൺ കോപ്പീസൊക്കെ വിറ്റിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഫേമസ് ആയ ഒരു പുസ്തകമില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഫേമസ് ആയി, അപ്പോൾ അതിനൊരു ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അത് ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ബൈബിളിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ആ ഒരു കൃതിയിലൊരു പവർ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് വായിച്ചു തുടങ്ങുമ്പോഴാണ് ഈശോ ആണ് ദൈവം എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ അതിൽ പല വചനങ്ങളും ഈശോ ആണ് ദൈവം എന്ന് കാണിക്കാനായിട്ട്, ഇപ്പോൾ ഈശോ തന്നെ പറയുന്ന പല കാര്യങ്ങളും ആൾ ദൈവമാണെന്ന് തെളിയിക്കും. അതുപോലെ തന്നെ ആളുടെ ജീവിത രീതി, പാപം ചെയ്യാതെ ജീവിച്ചു, എന്നിട്ടും ആൾ മരണപ്പെടാണ്. ഇപ്പോൾ കൊല്ലാണ് നമ്മൾ. എന്തുകൊണ്ട്? ദൈവം ഉള്ളിലില്ലാത്തത്. ഇപ്പോൾ സ്നേഹമില്ല. ദൈവം സ്നേഹമാണ്. ഇപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈശോ. അപ്പോൾ മനുഷ്യനായിട്ട് ജനിപ്പിക്കുക. അപ്പോൾ ഈശോൻ്റെ ജനനത്തിൽ വരെ വളരെ വലിയ ഒരു വ്യത്യാസമുണ്ട്. പല ദൈവങ്ങളും ഇവിടെ ജനിക്കും. ഇപ്പോൾ ദൈവങ്ങൾ ചിലർ കല്ലിനെ ഇതിനൊക്കെ ആരാധിക്കുക. അതൊക്കെ ദൈവം നിർമ്മിച്ചതാണെന്ന് പഠിപ്പിക്കാനൊക്കെ ആയിട്ടാണ് ഈ ബൈബിൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതുപോലെ തന്നെ ഒരാൾക്ക് ദൈവമാവാണെങ്കിൽ അയാളുടെ ഉള്ളിൽ കുറച്ച് ക്വാളിറ്റി വേണം. അപ്പോൾ ഈ ഭൂമി ഉണ്ടാക്കിയത് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സ്നേഹമാണ് ഇതിൻ്റെ ഒക്കെ മെയിൻ. ആ സ്നേഹമാണ് മനുഷ്യനായി ജനിക്കുന്നത് ഈശോ. അപ്പോൾ എന്നിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുക. അപ്പോൾ ആളുടെ മുന്നിൽ പല മനുഷ്യർ വരും, പിശാചിബാധിതർ വരും, അന്ധര് വരും. അപ്പോൾ അവരൊക്കെ സുഖപ്പെടുത്തുക. അത് വെറും ഒരു മനുഷ്യൻ്റെ ശക്തികൾ ഉപയോഗിച്ചാണ് ഈശോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ആൾക്ക് ദൈവത്തിനോടുള്ളൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അപ്രകാരം കുറേ മിറാക്കിൾസൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ആൾ ജീവിച്ച് നമുക്ക് വേണ്ടി മരിക്കുകയാണ്. അപ്പോൾ ആളുടെ മരണത്തിലും വലിയൊരു കാരണമുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് മരിക്കണം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾ കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് ആൾ സ്വർഗത്തിൽ പോയി. അപ്പോൾ സ്വർഗത്തിൽ പോയി തിരിച്ച് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ഇപ്പോൾ കഴിഞ്ഞ ഈസ്റ്ററിന് അതാണ് നടന്നത്. ഈശോ ഉയർത്തെഴുന്നേക്കാണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ച ആൾ വീണ്ടും ഉയർത്തെഴുന്നേക്കും. അപ്പോൾ ഇന്നേ വരെ ആരും ചെയ്യാത്തൊരു അത്ഭുതം. അപ്പോൾ മരിച്ചവരൊക്കെ അവിടെ തന്നെ തീർന്നു അവരുടെ കേസ്. ഈശോ എന്ന് പറഞ്ഞ അങ്ങനെയില്ല. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് ആൾക്കാർ ഇത്രത്തോളം വിശ്വസിക്കുന്നത് ആൾ ദൈവമാണെന്ന്. അത് പിന്നെ ബൈബിൾ നിങ്ങൾ വായിച്ച് പഠിക്കുമ്പോൾ തന്നെയാണ് ബൈബിളിലേക്കുള്ള ആ ഒരു ശക്തിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സത്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈശോ ആണ് ദൈവമെന്നും നമുക്ക് മനസ്സിലാവും. പിന്നെ ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഈ ഇൻ്റർനെറ്റിലും പലതും കാണും ദൈവത്തിൻ്റെ. അപ്പോൾ ഒക്കെ ഒറിജിനൽ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്, ഓരോ മനുഷ്യനും ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധി വെച്ച് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയായത്. അപ്പോൾ അത് എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉള്ള ക്യാരക്ടർ അനുസരിച്ച്, ഇപ്പോൾ ബൈബിള് ഒരു ക്യാരക്ടർ ബേസ്ഡ് പുസ്തകമാണ്. അപ്പോൾ പണ്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് പ്രാവർത്തികമാവുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ എല്ലാവരും ഇമോഷൻസ് കാര്യങ്ങളൊക്കെ സെയിം ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾക്ക് കിട്ടുന്ന അറിവ് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നിനെയും വിലയിരുത്തുക. അതുപോലെ തന്നെ നമ്മൾ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അന്വേഷിക്കുകയും കണ്ടെത്തും എന്ന് പറയാം, നമ്മൾ ദൈവത്തെ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറണം. അപ്പോൾ ഈ ഭൂമിയെ കുറിച്ചൊക്കെ ഞാൻ പലതും പറയും. ഇപ്പോൾ ഭൂമിനൊക്കെ തന്നെ നോക്കിയാലും തന്നെ നമ്മൾക്ക് അറിയാൻ പറ്റും ഇതൊരാൾ ഉണ്ടാക്കിയതാണ്, ഈ മരങ്ങളും ഈ മൃഗങ്ങളെയും. അപ്പോൾ അതുപോലെ തന്നെ ബൈബിള് ഫുൾ ഉപമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലവർക്ക് വെറും കഥകൾ പോലെ വന്നു, വായിച്ചു കഥ പോവാ. ബൈബിൾ ഇങ്ങനെ കഥകൾ മാത്രം, അത് കഥകളല്ല. ദൈവം അതുപോലെ സംസാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കിയത് നമ്മളെ പലതും പഠിപ്പിക്കാനായിട്ട്. അപ്പം നമ്മുടെ ശ്രദ്ധ പോവാ, നമുക്ക് ഫോണും അത് ഇതൊക്കെ തന്ന് നമ്മുടെ ശ്രദ്ധ കളയാം. സിനിമ, പാട്ട്, അതുപോലെ ജോലി, സ്കൂള്, ഇതൊക്കെ തന്ന് നമ്മളെ ബിസിയാക്കി നമുക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനും തിരയാനും സമയമില്ലാണ്ടാക്കി. അപ്പോൾ നമ്മൾ ഇനി ഈ ബൈബിള് മാത്രമുള്ള നമ്മൾക്കുള്ള ഒരു രക്ഷ. അപ്പോൾ ദൈവം ഈശോയുടെ കൂടെ ശിഷ്യന്മാർ അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഈ ബൈബിള് എഴുതാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പുസ്തകം ദൈവം ഉണ്ടാക്കണം എന്ന് ആൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവസാന ദിവസം ഈശോ വരും എന്ന് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പുസ്തകം, അത് അങ്ങനെ ഒരു കൃതി ദൈവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ആൾ തിരിച്ചു വരണവരെ ആ പുസ്തകം നമ്മളെ എന്തായാലും രക്ഷിക്കും. ദൈവം ഉണ്ടാക്കിയതാ, അത് ഒരു മനുഷ്യനും തിരുത്താൻ ഇതിനെ പറ്റില്ല. അപ്പോൾ നമ്മൾ അത് വിശ്വസിക്കണം. അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് അതിലത്തെ ശക്തി കിട്ടുള്ളൂ. ദൈവം അത്രത്തോളം ശക്തിയുള്ള ആളായി. ഈശോനെ മുന്നും കൊല്ലാനൊക്കെ വരുന്നുണ്ട് ഇവര്, പക്ഷെ പറ്റില്ല. അതാണ് ദൈവത്തിൻ്റെ ഒരു ശക്തി. ആള് വിചാരിച്ചപ്പോൾ, ആള് നമുക്ക് വേണ്ടി സ്വയം ബലിയാവാൻ തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ് മനുഷ്യരെ ആളെ കൊല്ലണം. അപ്പോൾ അതിനും ഒരു അർത്ഥമുണ്ട്. എന്തുകൊണ്ട്? ആൾക്കറിയാം ഇനി ഫ്യൂച്ചറിൽ വരാൻ പോണ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ ഈ ശിഷ്യന്മാർക്ക് കാട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടും ആള് നമുക്ക് വേണ്ടി സ്വയം മരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം വലിയൊരു സ്നേഹം ബാക്കി മതങ്ങളിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പല മതങ്ങളിലും, എല്ലാ മതങ്ങളും സത്യത്തിനെ തന്നെ പഠിപ്പിക്കും, നല്ല നല്ല കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കും. പക്ഷേ ഈശോ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ നമ്മളെ എങ്ങനെ രക്ഷപ്പെടണം. ഇപ്പോൾ ഈ ജീവിതത്തിന് ശേഷം അപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട്. ഇപ്പോൾ പല മതങ്ങളിലും സ്വർഗത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് നന്നായി ജീവിച്ച സ്വർഗത്തിൽ പോകും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതൊരു കറക്റ്റായ ഒരു വഴിയില്ല. നമ്മളെന്തായാലും പാപം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനുള്ള ശിക്ഷ നമുക്ക് കിട്ടണം. ഈശോ മരിക്കണത് നമ്മുടെ ശിക്ഷകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആള് നമ്മൾക്ക് അത്രയ്ക്കും സ്നേഹം കാണിക്കുക. അപ്പോൾ ആള് പിന്നെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ആളുടെ ശക്തി. മനുഷ്യനായി ജനിച്ച് മനുഷ്യൻ്റെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈശോ അത്രത്തോളം അത്ഭുതം കാട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും അതുപോലെ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരയണം, അല്ലാണ്ട് നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈശോനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനിയും കുറേ പറയാനുണ്ട്, പക്ഷേ നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്. ഇനി കുഞ്ഞു വീഡിയോകളാണ് ഉണ്ടാക്കുക. അപ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കാൻ കുറേ നേരം പറയുമ്പോൾ ആൾക്കാർക്ക് താല്പര്യം അങ്ങനെ ഉണ്ടാവില്ല, കേട്ടിരിക്കാനും ഒരു സുഖമില്ല. അപ്പോൾ ചെറിയ വീഡിയോകളായിട്ട് ഇനി വരാം. ഇനി പുതിയൊരു വീഡിയോ ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ നമുക്ക് സ്വർഗത്തിലെത്താനുള്ള വഴി, അതാണ് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ.